നല്ല ഈശോയെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. നന്മമരം പോലെയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെല്ലാവരുടെയും കൂടെ അല്പസമയം ആയിരിക്കാനും എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനും നല്ല ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന് ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നല്ല ഈശോയെ, എൻ്റെ യോഗ്യതയോ മേന്മയോ എൻ്റെ പുണ്യമോ എൻ്റെ സ്ഥാനമോ ഒന്നും കണ്ടിട്ടല്ല ഈശോയെ, അങ്ങ് എന്നെ സ്നേഹിച്ചു, അങ്ങ് എന്നോട് കരുണ കാണിച്ചു, അങ്ങേക്ക് എന്നോട് ഇഷ്ടം തോന്നിയെന്ന ഒറ്റ കാരണത്താലാണ് ഈശോയെ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഇവരെല്ലാവരും ഈ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ, ഈശോയെ, ഞാൻ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇവരുടെ എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കുണ്ടല്ലോ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഈ ഞാൻ വലിയ കൊച്ചു ത്രേസ്യയുടെ വലിയൊരു ഡിവോട്ടിയാണ്. എനിക്ക് ചെറുപ്പം മുതലേ കൊച്ചു ത്രേസ്യയുടെ വലിയ സ്നേഹമാണ്. പിന്നെ നവമാലിയൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നവമാലിക വീണ്ടും വായിക്കുമ്പോൾ അതിൽ ആദ്യം കുശ്ലിസ പറയായിരുന്നേ, അവൾ എഴുതാൻ വേണ്ടി പിന്നെ സ്വന്തം സഹോദരിയായ മദർ ആഗ്നസിന്റെ നിർദ്ദേശം അനുസരിച്ച് എഴുതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അമ്മയുടെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എഴുതാൻ എനിക്കിടയാകരുത്. ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ, ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മ ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാവരുടെയും മനസ്സിനെ സ്പർശിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ മാത്രം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോട് സംസാരിക്കാൻ സാധിക്കണമെന്ന്. വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു, അവരവൻ്റെ അടുത്തേക്ക് ചെന്നു. ഈശോയെ, ഞാൻ ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി പറയുകയാണ്. എന്നോട് അങ്ങേക്ക് ഇഷ്ടം തോന്നി, മറ്റൊന്നുമല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:15 നമ്മൾ വായിക്കും, തനിക്ക് ഇഷ്ടമുള്ളവരോട് അവിടുന്ന് കരുണ കാണിക്കും, തനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അവിടുന്ന് അനുകമ്പയും. ഈശോയെ, ഞങ്ങളുടെ ആരുടെയും യോഗ്യത കണ്ടിട്ടല്ല, അങ്ങേക്ക് എന്നോട് ഇഷ്ടവും കരുണയും അനുകമ്പയും തോന്നിയത് കൊണ്ടാണ് ഈശോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും ഈശോ സ്നേഹമാണ്, ഈശോ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, ഈശോ ലോകം മുഴുവൻ സൃഷ്ടിച്ചു, എല്ലാം കാത്തു പരിപാലിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നു നമുക്ക് ആ അറിവ് വളരെ വലിയ കാര്യം തന്നെയാണ്. എന്നാലും ഈശോയ്ക്ക് നമ്മളോട് വ്യക്തിപരമായ സ്നേഹമുണ്ട് എന്നുള്ള കാര്യം വ്യക്തിപരമായ അനുഭവ തലത്തിൽ നമുക്ക് ബോധ്യമാവുന്നിടത്താണ് നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക. വ്യക്തിപരം നമുക്ക് മറ്റാരുടെ സാക്ഷ്യം കേട്ടിട്ടല്ല, മറ്റുള്ളവരുടെ അനുഭവം കേട്ടിട്ടല്ല, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈശോ എന്നെ മാത്രം സ്നേഹിക്കുന്നു, ഈ ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു അനുഭവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുക. ഈശോ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെല്ലാവരും ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് സൽപ്രവർത്തികൾ ചെയ്ത്, എഫെസൊസുകാർക്ക് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കും, നമ്മൾ അവിടുത്തെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യാൻ മുൻകൂട്ടി ഈശോ തയ്യാറാക്കിയ സൽപ്രവർത്തികളുണ്ട്. അപ്പൊ ഈശോയുടെ ആ ഒരു പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ സൽപ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കൊച്ചു ത്രേസ്യയുടെ പുസ്തകത്തിൽ വായിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയണം. കൊച്ചു ത്രേസ്യ പറയുകയാണ്, സൂര്യൻ എല്ലാ വൃക്ഷങ്ങൾക്കും ഭൂമിക്ക് മുഴുവനും വെളിച്ചം കൊടുക്കുന്നു. വലിയ പർവ്വതങ്ങൾക്കും വലിയ വൃക്ഷങ്ങൾക്കും വെളിച്ചം കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും നിസ്സാരം, കണ്ണിന് കാണാൻ പോലും സാധിക്കാത്തത്രയും കുഞ്ഞ് ഡെയ്സി പൂക്കൾക്ക് പോലും അത് മാത്രം ഈ ഭൂമിയിലുള്ളൂ എന്ന രീതിയിൽ ആണ് സൂര്യൻ വെളിച്ചം കൊടുക്കുന്നത് എന്ന് പറയുന്നവരാണ്. ഈശോ നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാനുള്ളത്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഇപ്പൊ എനിക്ക് പേഴ്സണലി പറഞ്ഞുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോഴാണ് നമ്മൾ പൊതുവെ ഈശോയ്ക്ക് നന്ദി പറയാറുള്ളത്, അല്ലേ? പക്ഷെ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് നമുക്ക് ഈശോ തരാത്തതായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈശോ തന്നതാണ്. എനിക്കത് വളരെ വ്യക്തമായി ബോധ്യ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാവേ. ഞാൻ എംകോമിന് പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നു. വീട്ടിൽ എന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്ന ഒരു അവസ്ഥ, എൻ്റെ ജൂനിയറായിട്ട് ഡിഗ്രിക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്ന ഒരു പയ്യൻ, നല്ല മിടുക്കനാണ്, നന്നായിട്ട് സ്പോർട്സിലൊക്കെ ആക്റ്റീവായുള്ള പയ്യനാണ്, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായ പയ്യനാണ്. അവന് പെട്ടെന്നൊരു വയറുവേദന വന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞങ്ങൾ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ. അപ്പോൾ അവൻ്റെ അമ്മ
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് അവിടെ നിന്നത്. പാലക്കാട് മണ്ണാർക്കാട് എന്നുള്ളൊരു പയ്യനാണ്. അപ്പൊ അവന്റെ അസുഖം എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. പാങ്ക്രിയാസിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അസുഖം. അപ്പൊ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വയറ് മുഴുവൻ ഉണങ്ങി ഒരു വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത പോലെ 2 ആഴ്ച കിടത്തിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് വരെ ആരംഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഇടയിൽ അവന് കിഡ്നി ഫെയിലിയർ ആയി, അവന് ലങ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു, ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. മെഡിക്കൽ കോളേജ് നമുക്കറിയാലോ, എപ്പോഴും ഒന്നും ഷെഡ്യൂൾ ചെയ്ത പോലെ ഒന്നും ഡയാലിസിസിന് സൗകര്യം കിട്ടാറില്ല ചിലപ്പോൾ. അപ്പോഴേക്കും മുഖമൊക്കെ ശരീരം മുഴുവൻ നീര് വന്ന് വീർക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ അച്ഛനും എല്ലാ ദിവസവും അവിടെ വരുവേ. കോളേജിന്റെ അടുത്താണ് ഈ മെഡിക്കൽ കോളേജ്. അപ്പൊ ഞങ്ങൾ മിക്കവാറും സമയത്തും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോഴല്ലേ ഈ യൂറിൻ പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ യൂറിൻ പാസ് ചെയ്യുന്നില്ല, കാരണം കിഡ്നി ഫെയിൽ ആയിട്ട് യൂറിൻ പോകുന്നില്ല. ഡയാലിസിസ് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് നോക്കുക ഈ യൂറിനിൽ, ഈ ട്യൂബിൽ അല്പമെങ്കിലും യൂറിൻ വന്നിട്ടുണ്ടോ. പ്രത്യേകിച്ച് അച്ഛൻ വരുമ്പോൾ നോക്കും. ഒരു 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 കുറച്ച് നീളത്തിൽ, ഒരു കൈവലിന്റെ അത്ര നീളത്തിൽ യൂറിൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഞാനപ്പോൾ അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട്. പിന്നെ ICUവിൽ നിന്ന് അവന്റെ വീഡിയോ ഓഡിയോ ഒക്കെ ഡോക്ടേഴ്സ് അങ്ങനത്തെ കാസറ്റിലൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര മിറാക്കിൾസ് ആയിട്ടുള്ള റിക്കവറി എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. പക്ഷെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? അതായത് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഒരു എഫേർട്ടും എടുക്കാണ്ട് ചിന്തിക്കുക പോലും ചെയ്യാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൂത്രം ഒഴിക്കാം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ഈശോയുടെ കരം ഒരു നിമിഷം മതി നമുക്ക് ശരിക്കും ആ മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ഈശോയുടെ അനുഗ്രഹം വേണം. അതിന് പോലും ഈശോയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്ന് ഭയങ്കര എനിക്കൊരു തിരിച്ചറിവായിരുന്നു. അപ്പൊ എന്തുമാത്രം കാര്യങ്ങളിലാണ് നമുക്ക് ഈശോയോട് നന്ദി പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. നമ്മൾ നന്ദിയുടേതായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. എഫേസ്യർ ലേഖനത്തിൽ പറഞ്ഞതുപോലെ നാം മുൻകൂട്ടി ചെയ്യാൻ നിശ്ചയിച്ച സൽപ്രവൃത്തികൾ എന്തൊക്കെ ഓരോരുത്തർക്കും വേണ്ടി ഈശോയ്ക്ക് പദ്ധതി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്യണം, എവിടെ ജീവിക്കണം, നമ്മുടെ ജീവിതാന്തത്തിനനുസരിച്ചിട്ടുള്ള സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈശോ കൃപ തരുന്നുണ്ട്. ആ കൃപ കണ്ടെത്തി ആ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്താൻ വേണ്ടി പറ്റുക. കൊച്ചുലൂസ്യ പറയാണ്, ഈ ഡെയ്സിപ്പൂവിന്റെ കാര്യം തന്നെ പറയാണ്, ഒരു നിസാരമായ ഡെയ്സിപ്പൂവ് ഓരോ നിശ്ചിത ദിവസം നിശ്ചിത സമയം വിടരത്തക്ക രീതിയിൽ കാലാവസ്ഥയെ ക്രമീകരിക്കുന്ന ദൈവം അതിനേക്കാൾ എത്രയോ വലിയവരായ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയും അവിടുന്ന് പദ്ധതിയുണ്ട്. ഇന്ന് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിനാണ്. അതിന് നമ്മൾ കേട്ടോണ്ടല്ലോ, പിന്നെ വയലിലെ ലില്ലിപ്പൂവിനെ നോക്കൻ സോളമൻ പോലും തന്നെ സർവ്വമഹത്വത്തിൽ അവയിൽ ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നിട്ടില്ല. അപ്പൊ നമ്മളെ എല്ലാവരും ഈശോ വ്യക്തിപരമായി അറിയുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈശോയ്ക്ക് എന്താ പകരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ എനിക്കറിയാം, ഈ നന്മമരം കൂട്ടായ്മയിലെ പ്രധാനമായിട്ട് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മീഡിയയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് 4 പെൺകുഞ്ഞുങ്ങളാണ്. മൂന്നാമത്തെ മോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം വേദപാഠത്തിന്റെ അവളുടെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് പറയാണ്, പ്രേക്ഷിത പ്രവർത്തനം പല രീതിയിൽ നമുക്ക് ചെയ്യാം. പ്രാർത്ഥനയിലൂടെ ചെയ്യാം, പരിത്യാഗ പ്രവൃത്തികളിലൂടെ ചെയ്യാം, സുവിശേഷ പ്രഘോഷണത്തിലൂടെ ചെയ്യാം. അപ്പൊ നമ്മുടെ ജീവിതാന്തസ്സിന് ചേർന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് എന്താണോ ഏറ്റവും ഉചിതമായിട്ടുള്ളത് അത് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊച്ചുലേസ്യയുടെ കാര്യം തന്നെ എടുത്താൽ, കൊച്ചുലേസ്യ അഖില ലോക മിഷൻ മധ്യസ്ഥയാണ്. നമുക്കറിയാം, ജീവിതകാലത്ത് എവിടെയും പോയിട്ടില്ലാത്ത, മഠത്തിൽ ചേരുന്നതിന് മുന്നേ 15-ാം വയസ്സിൽ മഠത്തിൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്കാണ് റോമിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ 24 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതും ലിസ്യുവിലെ കർമ്മല മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു 50-ലധികം ആളുകളെ പേഴ്സണലായിട്ട് പരിചയം പോലും ഇല്ലാതിരുന്ന, ആരോടും വ്യക്തിപരമായ സുവിശേഷം പ്രസംഗിക്കാതിരുന്ന കൊച്ചുത്രേസ്യയാണ് ആഗോള കത്തോലിക്ക സഭയുടെ മിഷൻ മധ്യസ്ഥ. അപ്പൊ എങ്ങനെയാണ് കൊച്ചുത്രേസ്യക്ക് അങ്ങനെ അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ഉയർന്നത്? ഈശോ നമ്മുടെ മനസ്സാ കാണുന്നതെന്നുള്ളതാണ്. കൊച്ചുത്രേസ്യ അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് സമയം പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സുവിശേഷം കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ചൈനയിൽ പോയി പോലും എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അത്രയും വലിയ ആഗ്രഹം ഈശോ കണ്ടു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പം പരിമിതമായിരിക്കും. പക്ഷെ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. നമുക്ക് ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലെ നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാഴ്ച
കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ. എനിക്കുണ്ടല്ലോ, എനിക്ക് ചെറുപ്പത്തിലെ മുതലേ പിന്നെ പള്ളിയിൽ പോകാനും ഈശോയുടെ അടുത്ത് നിൽക്കാനുള്ള ഒരു അനുഗ്രഹം ഈശോ തന്നുവേ. ഞാൻ വീണ്ടും പറയാം, എൻ്റെ യോഗ്യതയല്ല, ഈശോയ്ക്ക് എന്നോട് ഇഷ്ടം തോന്നി എന്നുള്ളതാണ് അതിൻ്റെ യോഗ്യത. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കുശ്രീസയുടെ കാര്യം തന്നെ വീണ്ടും പറഞ്ഞാൽ, കുശ്രീസ ഒരിക്കൽ പറയുകയാണേ, ഒരു അപ്പൻ ഒരു കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞ് പിന്നെ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലുണ്ടെന്ന് അപ്പൻ അറിയാം. അപ്പൊ അപ്പൻ ഓടിച്ചെന്ന് ആ കല്ലെടുത്ത് മാറ്റി. അപ്പൊ കുഞ്ഞ് അപകടമൊന്നും കൂടാതെ നടന്നുപോയി. വേറൊരു കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞ് നടന്നു പോവാണ്, വഴിയിൽ ഒരു കല്ല് തട്ടി കുഞ്ഞ് വീണു. അപ്പൻ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് മുറിവൊക്കെ വെച്ച് കെട്ടി ഉമ്മയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ചു. അപ്പൊ ഈ രണ്ടാമത്തെ കുഞ്ഞ് അപ്പനോട് എന്ത് ഭയങ്കര സ്നേഹമായിരിക്കും ഉണ്ടാകും. കാരണം എൻ്റെ അപ്പൻ ഓഫീസ് പോകാനൊക്കെ നിൽക്കുവാണ്, ആ ഷർട്ടിലൊക്കെ ചെളിയൊക്കെ ആയി, എന്നാൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി അപ്പൻ എന്നെ എത്ര കാര്യമായി പരിഗണിച്ചു. എന്നാൽ ആദ്യത്തെ കുഞ്ഞ് അത് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം അവൻ അറിഞ്ഞിട്ടില്ല അപ്പൻ വന്ന് കല്ലെടുത്ത് മാറ്റിയത്. എന്ന് പറഞ്ഞ പോലെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് നോക്കിയാൽ ഈശോ നമ്മളെ ഉള്ളംകൈയിൽ വെച്ച് പരിപാലിച്ച് എന്തുമാത്രം അനുഭവങ്ങൾ, നമ്മൾ പാപത്തിൽ വീഴാതെ, നമ്മൾ അപകടങ്ങളിൽ പെടാതെ ഒക്കെ എന്തുമാത്രം നമ്മൾ അറിയുക പോലും ചെയ്യാതെ ഈശോ നമ്മളെ കാത്തു വിപാലിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അനുഗ്രഹം ഈ ഈശോ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ഇപ്പം ആണെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഞാനൊരു 7 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം ഈശോ തന്നിട്ടുണ്ട്. 2 വർഷം മേലെയായിട്ട് 2023 മെയ് മാസം മുതൽ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ 4 മക്കളും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നല്ല ഈശോ അനുഗ്രഹിച്ചു. അപ്പം പലരും ഇങ്ങനെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുവേ. കാരണം ഞാൻ ഒരു കോളേജിലെ അധ്യാപകനാണ്, ഗവൺമെന്റ് കോളേജ് പെരിങ്ങോത്ത് അസോസിയേറ്റ് പ്രൊഫസറാണ് ഞാൻ. എൻ്റെ വൈഫ് SBIയിൽ ജോലി ചെയ്യുക. ഞങ്ങള് അപ്പോൾ ഈ വീട്ടിലെ തിരക്കുകൾക്കിടയിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഞാൻ അന്നേരം വിചാരിക്കുന്നുണ്ടല്ലോ, ഈ 365 ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശോ എന്നെ അനുഗ്രഹിച്ചല്ലോ. അല്ലെ, മക്കൾക്കൊരു അസുഖം വന്നു, അസുഖമൊക്കെ വന്നിട്ടുണ്ട്, പനിയും ജലദോഷവും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കുർബാന മുടങ്ങത്തക്ക രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിന് മേലെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങത്തക്ക രീതി. അതിനിടയിൽ ഒരു വട്ടം ഞാൻ രണ്ടാമത്തെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ നേഴ്സിനോട് പ്രത്യേകം പെർമിഷൻ ചോദിച്ചിട്ട് രാവിലെ അടുത്തുള്ള പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പൊ ഈശോ എന്ത് വലിയ കരുണയാണ് എന്നോട് കാണിക്കുന്നതാണ് ഞാൻ അതിൽ വിചാരിക്കുന്നത്. അതുപോലെ ഉണ്ടല്ലോ, പിന്നെ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, രാവിലെ വെളുപ്പിന് 2:45 എഴുന്നേൽക്കുവേ. ഞങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്, MCBS അച്ഛന്മാരുടെ പിന്നെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. അതിൽ ഈശോ 24 മണിക്കൂറും എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുണ്ട്. പെർപ്പച്വൽ അഡോറേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ സൂം മീറ്റിംഗ് വഴി എല്ലാ സമയത്തും ഈശോ ആരാധിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ ഓരോരുത്തർക്ക് ഓരോ ടൈം സ്ലോട്ട് എടുക്കാം. അപ്പൊ അതിൽ പിന്നെ നിർബന്ധമായിട്ട് അതിൽ കയറണം, ആ സ്ലോട്ട് എടുത്തവർ കയറണം, അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് ആരും ഇല്ലാതെ വരികയല്ലേ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സമയം വെളുപ്പിന് 3 മണി മുതൽ 4 മണി വരെയാണ്. അപ്പൊ എല്ലാ ദിവസവും 2:45 എഴുന്നേക്കും. പണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എഴുന്നേക്കണമെന്ന് വിചാരിക്കുവേ, പക്ഷെ എഴുന്നേക്കും പിന്നെ മടിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ഞാൻ തീരെ ചെറുപ്പത്തിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് പിന്നെ വേറൊരു കാര്യം, അന്ന് ഈ ടൈം പീസോ ഫോണിൽ അലാം വെക്കാന്നൊന്നും ഒരു സംവിധാനമൊന്നും ഇല്ലായിരുന്നേ. അന്നേരം രാത്രിയിൽ കുറേ വെള്ളം കുടിച്ചിട്ട് കിടക്കും. ഒരുപാട് വെള്ളം കുടിച്ചിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികം മൂത്രം ഒഴിക്കാൻ മുട്ടുമല്ലോ. അന്നേരം എഴുന്നേൽക്കുമ്പോൾ ഒക്കെ കൊന്ത ചൊല്ലും. അങ്ങനെ മാതാവിനോട് എനിക്ക് വലിയ ഇഷ്ടവും ഭക്തി ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ ഈ കൂട്ടായ്മയിൽ ചേർന്നതിന് ശേഷം ഉണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല, അലാം വെച്ച് എണീക്കും. അപ്പോൾ എന്നിട്ട് എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്ത് വലിയ അനുഗ്രഹമാണ്. മർക്കോസ് സുവിശേഷം ഞാൻ വീണ്ടും പറയുന്ന പോലെ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഈശോ നമ്മളെ അടുത്തേക്ക് വിളിക്കുവാണ്. അതാണ് നമ്മുടെ യോഗ്യത. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഈശോയുടെ കൃപ നമ്മളെ വിളിക്കുവാണേ. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ 1 മണിക്കൂർ നേരം ഈശോയുടെ അടുത്തിരിക്കും. അതിനുശേഷം കോളേജിലേക്ക് എന്തെങ്കിലും ചെയ്യാനെങ്കിലും ചെയ്യുവേ. എന്നിട്ട് 5:10 ആകുമ്പം പിള്ളേരെയും വൈഫിനെയും ഒക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. കാരണം ഞങ്ങൾക്ക് 5:40 പള്ളിയിൽ പ്രാർത്ഥന ആരംഭിക്കുവേ. അപ്പൊ ഞാനാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ആ സപ്രായിക്ക് ഞാനും മക്കളും വൈഫ് എല്ലാം കൂടെ പോകും. അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ആ വീട്ടിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നതേ. എന്നിട്ട് കോളേജിൽ ചെന്നാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുവേ, എൻ്റെ ഈശോ അതായത് കൊച്ചുലേസ്യ പറയുന്ന പോലെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ ഹൃദയത്തിന് ബോധ്യമാകുവേ, അത് പക്ഷെ മനസ്സിനെ പോലും ഗ്രഹിക്കാൻ പോലോ വാക്കുകൾ കൊണ്ട് പറയാനോ പറ്റത്തില്ല. അപ്പോൾ ഈശോ തന്ന അനുഗ്രഹങ്ങൾ എന്ത് മാത്രമാണ് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അപ്പൊ ഈശോയ്ക്ക് ഞാൻ എന്താ പകരം കൊടുക്കുക? ഈശോയ്ക്ക്
ഈശോയ്ക്ക് എന്ത് പകരം കൊടുത്താലും മതിയാവത്തില്ല. ഞാൻ ഇത്രയും ബലഹീനനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പരമാവധി ഈശോയുടെ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അച്ഛനാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലേ. പക്ഷേ വീട്ടീന്ന് അങ്ങനെ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഭയങ്കര ഹോം സിക്ക് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അച്ഛനാകാൻ അങ്ങനെ പോകാൻ എനിക്ക് ആ ഒരു വിളി ഇല്ല ഞാൻ വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് അച്ഛന്മാരോട് ഭയങ്കര സ്നേഹം. അതേപോലെ എവിടെ പട്ടം ഉണ്ടെങ്കിലും ഞാൻ പോവേ. കോളേജിൽ ലീവ് എടുത്തിട്ടായാലും പിന്നെ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലെ വെക്കേഷനിലൊക്കെ ഉള്ള എല്ലാ പട്ടങ്ങളും ഞാൻ കൂടും. അപ്പം ദൈവമേ, തുടക്കം മുതൽ അവസാനം വരെയും കണ്ണ് നിറഞ്ഞൊഴുകും. ഈശോയെ, ഇത്രയും വലിയൊരു വിളി ഈ മനുഷ്യർക്ക് കൊടുത്തല്ലോ, അങ്ങയെ കയ്യിലെടുക്കാനുള്ള ഒരു വിളി, അങ്ങയെ വിളിച്ച ഈ അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയെ അങ്ങ് സജീവമായി എഴുന്നള്ളിയിരിക്കുമ്പോൾ ഈശോയെ എടുത്തുയർത്താനുള്ള ഈ ഒരു വലിയ ശുശ്രൂഷ, ഈ അഭിഷേകം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫുൾ ടൈം കരയുമായിരിക്കും. അപ്പം ഞാൻ ഓരോ പട്ടം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എൻ്റെ ഈശോയെ, എനിക്ക് ഇതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല, പക്ഷെ ഞാൻ സംതൃപ്തനാണ്. പിന്നെ ഓക്കെ, ഈശോ എനിക്ക് തന്ന ജീവിതാന്തസ്സിലെ കുറിച്ച് പറയുന്നത് പോലെ നമ്മളെ എവിടെയാണോ ഈശോ നട്ടിരിക്കുന്നത് അവിടെ നമ്മൾ വളരുക എന്നുള്ളതാണ് ഈശോയ്ക്ക് ഇഷ്ടം. അപ്പം അതിൽ ഞാൻ ഈശോയെ, എനിക്ക് തൃപ്തിയാണ്, ഈശോ എനിക്ക് സന്തോഷമാണ്. എന്നാലും ഞാനിങ്ങനെ വിചാരിക്കുകയും എനിക്ക് അച്ഛനാകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈശോയെ, ഒരു അച്ഛൻ മറ്റെല്ലാ പരിഗണനകൾക്കും ഉപരിയായിട്ട്, മറ്റെല്ലാ കെട്ടുപാടുകൾ, കുടുംബജീവിതത്തിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ, ഈശോയെ നിന്നെ ഒന്നാം സ്ഥാനത്ത് നിർത്തി സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഈശോ, ഒരു അച്ഛൻ അങ്ങയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കും എന്ന് ഞാൻ പറയുകയൊക്കെ ചെയ്യും. അന്നേരം ഇങ്ങനെ മനസ്സിലൊക്കെ ആലോചിക്കുകയെ. പക്ഷേ ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ എപ്പോഴും ഒന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അതിന് ഞാനൊരു ഒരു ഒരു വഴി കണ്ടെത്തിയെന്നറിയാമോ? എപ്പോഴും പിന്നെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ഒരു ബോധ്യം നമുക്ക് ഉണ്ടായാലുണ്ടല്ലോ, നമുക്ക് പല ഇപ്പൊ പാവ സാഹചര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കണ്ണിനെ നിയന്ത്രിക്കാനോ നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിക്കുവേ. അപ്പൊ ഞാൻ രാവിലെ സപ്രഭാതത്തിൽ ചൊല്ലുമെന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയാണ്ടല്ലോ പിന്നെ ചിലപ്പോൾ നോക്കാറില്ല, പ്രത്യേകിച്ച് അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുമ്പോൾ യാമപ്രാർത്ഥന ഫോണിൽ ആപ്പ് വഴി ചെല്ലുക. അപ്പം നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. അതായത് ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മുടെ വാക്കുകൾ, അതുപോലെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് പോകുമ്പോൾ ഒരു വലിയ അഭിഷേകമാണ്. എനിക്കുണ്ടല്ലോ, ഈ കോളേജിലെ പിള്ളേരോട് ഒരിക്കൽ പോലും ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട ഒരു അവസരം വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പിള്ളേരൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കും. ഈ ഒരു ടോണിൽ സംസാരിച്ചാൽ തന്നെ ഭയങ്കര സ്നേഹമാണ് പിള്ളേർക്ക്. ഒരു ദിവസം ഇങ്ങനെ ഓടിക്കോളും പിള്ളേർ കാണുമ്പോഴത്തേക്കും, ഭയങ്കര സ്നേഹത്തോടെ അടുത്ത് വരികയും ഒക്കെ ചെയ്യും. അപ്പൊ ഈശോയുടെ ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ പോകുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം കൊടുക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഈ നന്മമരത്തിൽ തന്നെ ഒരു സിസ്റ്ററിന്റെ ടോക്ക് കേട്ടായിരുന്നേ. അതായത് നമ്മൾ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കണം കാഴ്ച. സാമൂഹ്യ പ്രവാചകന്റെ 2-ാം പുസ്തകം 24-24 നമ്മൾ വായിക്കുമല്ലോ, എനിക്കൊരു ചെലവില്ലാത്തൊരു ബലി ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ചെലവാണ്. അപ്പം ഒരു സിസ്റ്റർ ടോക്ക് ഞാൻ ഈ നന്മമരത്തിൽ കേട്ടായിരുന്നു. തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഈശോയുള്ള സ്നേഹത്തെപ്പറ്റി കാഴ്ചവെക്കും. നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചിലപ്പം പാത്രം കഴുകുന്നതായിരിക്കും, അല്ലെങ്കിൽ അടിച്ചു വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റുട്ടീനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും, തുണി ഇസ്തിരി ഇടുന്നതായിരിക്കും. അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴോ ഈശോയെ, ഇത് ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഈശോയ്ക്ക് സമർപ്പിക്കും. ഈശോയെ, ഞാൻ വെറുങ്ങയോടെ അല്ല വന്നിരിക്കുന്നത് കേട്ടോ, ഞാൻ ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പലപ്പോഴും, ചിലപ്പോൾ ഒക്കെ മറന്നുപോയി, എന്നാലും പലപ്പോഴും ഞാൻ അങ്ങനെ മിക്കവാറും അങ്ങനെ ചെയ്തിട്ട് ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഈശോയെ ഞാൻ വന്നു കേട്ടോ, ഇതൊക്കെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഉണ്ടല്ലോ, ഈ ഡാനിയലച്ചൻ ടോക്ക് കേട്ടതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വെള്ള ജുബ്ബ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ വെള്ള ജുബ്ബ ഇട്ടുകൊണ്ടാണ് എല്ലാ പള്ളിയിൽ പോകുന്നത്. അത് ആരും പറഞ്ഞിട്ടല്ല, എന്നാലും അപ്പം നമുക്ക് ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ്. അപ്പം ആളുകൾ ആദ്യമൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഈ വെള്ള കുപ്പായിരുന്നു. അപ്പം ഈശോയ്ക്ക് നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ പല പ്രാർത്ഥനകൾക്ക് നമുക്ക് മിക്കവാറും കാണാതെ അറിയാം, എന്നാലും കുർബാന പുസ്തകം കൊണ്ടുപോകും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. പള്ളിയിലെ കുർബാന പുസ്തകം ഉണ്ട്, എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടോ ഈശോയെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ നമ്മൾ ഈശോയ്ക്ക് ഒരു വില കൊടുക്കുവാണേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ. അതേപോലെ ഉണ്ടല്ലോ, ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കുസ്കസ് പറഞ്ഞ പോലെ വാക്കുകൊണ്ട് എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ഞാനുണ്ടല്ലോ, ഈ പ്രായം, എനിക്ക് 43 വയസ്സായ ഈ പ്രായത്തിലുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസവും അൾത്താര ശുശ്രൂഷയാണ് പള്ളിയിൽ. എല്ലാ ദിവസവും ഞായറാഴ്ചകളിലും അതെ, ഇട ദിവസങ്ങളിലും ഒക്കെ അതെ. അപ്പോൾ ഈശോയുടെ പ്രധാന മാലാഖയുടെ സ്ഥാനത്ത് നിന്ന്, ഈശോയുടെ ബലിപീഠത്തിന്റെ അടുത്ത് നിന്ന് ഈശോ ശുശ്രൂഷ, എൻ്റെ അമ്മയെ, എനിക്ക് പല സമയത്ത് എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുകയെ, എൻ്റെ ഈശോയെ എന്നെ
അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രായത്തിലും എന്തുമാത്രം ആളുകളുണ്ടല്ലേ, എന്നാൽ ഈശോ എന്നെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈശോ അടുത്ത് നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുകയും. അതുപോലെ ഉണ്ടല്ലോ ഈ റാസകുർബാന ഉണ്ടല്ലോ, റാസകുർബാനയ്ക്ക് ഞാൻ ശുശ്രൂഷയായിട്ട് പോവേ, അത് പല പള്ളികളിലും പോവേ, എൻ്റെ ഇടവപ്പള്ളി അല്ലാതെ മറ്റു പള്ളികളിലൊക്കെ ഇങ്ങനെ പോകും. ഇപ്പം 46 റാസകുർബാനയ്ക്ക് ഞാൻ ആൾക്കാർ ശുശ്രൂഷയായി പോയി. അപ്പം എൻ്റെ അമ്മ എനിക്ക് എനിക്ക് പറയത്തില്ല, അത്രയും വലിയ അനുഗ്രഹമാണ് ഈ ആളുകളുടെ മുന്നിൽ ഈശോയെ മഹത്വപ്പെടുത്തി ഈശോയെ ചേർന്ന് നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് റാസകുർബാനയിൽ നമ്മൾ എല്ലാ പ്രാർത്ഥനയും ചൊല്ലുവേ. അപ്പോൾ പിന്നെ ഒരുപാട് സമയത്ത് സുവിശേഷ ഗ്രന്ഥം നമ്മുടെ നെറ്റിയിൽ മുട്ടിച്ചിട്ടും സ്ലീവ നമ്മുടെ നെറ്റിയിൽ മുട്ടിച്ചിട്ടും ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കും. ഞാൻ എന്തോ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ആ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഈശോ ഉയർത്തുന്ന ആ സമയമുണ്ടല്ലോ, വിഭജന ശുശ്രൂഷ സമയത്ത് ഞാൻ സ്വർഗത്തിലേക്ക് ജീവനുള്ള അപ്പമാകുന്നു, ആ പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ട് ക്രോവേസ് റാപ്പേമ എന്നുള്ള ആ പാട്ട് ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, അച്ഛൻ നമ്മളെ ബലിപീഠത്തിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് അച്ഛൻ പ്രാർത്ഥന ചൊല്ലുവേ. കർത്താവ് നിന്റെ ശുശ്രൂഷ സ്വീകരിക്കുകയും നിന്റെ വചനം പ്രകാശമാനമാക്കുകയും ചെയ്യട്ടെ, അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ യൗവനത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ അമ്മയെ അത് കേൾക്കുമ്പോൾ ഞാൻ അങ്ങ് ഇല്ലെന്നായി പോവുക. അത്രയും എന്തുമാത്രം വലിയ സ്നേഹമാണ് ഈശോയുടെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പം. നമ്മൾ ഈ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം പുരോഹിതൻ ചൊല്ലുന്നുണ്ടല്ലോ, കർത്താവെ മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യം അവിടുത്തെ സിംഹാസനവുമായി ഈ ബലിപീഠത്തെ. അപ്പൊ ഈശോയുടെ സിംഹാസനത്തിൽ തൊട്ട് ചേർന്ന് ആ ബലിപീഠം കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ പ്രാർത്ഥന ചൊല്ലി ആ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അനിർവചനീയമാണ്. അത്രയും വലിയ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് പകരം കൊടുത്താലും മതിയാവത്തില്ല. അതുപോലെ ഉണ്ടല്ലോ, നമ്മളൊക്കെ നിങ്ങളൊക്കെ അങ്ങനെ ഉള്ളവരാണ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത്രയും തീക്ഷ്ണതയോടെ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. പക്ഷെ കുർബാന പുസ്തകം എടുത്ത് പ്രാർത്ഥന ചൊല്ലണം എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ടച്ചിങ്. എല്ലാ പ്രാർത്ഥനകളും ഭയങ്കര ടച്ചിങ് ആണ്. എന്നാലും ഉണ്ടല്ലോ ഈ കുർബാന പുസ്തകം ഉപയോഗിച്ച് ചൊല്ലുമ്പോൾ ഒരു 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 ചെറിയ ഉദാഹരണം ഞാൻ പറയാവേ. അതായത് ലേഖന വായനയ്ക്ക് മുമ്പായിട്ട് സിറോൻവാർ കുർബാനയിൽ അച്ഛൻ പ്രാർത്ഥന ചൊല്ലും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ കർത്താവെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, സർവജ്ഞനായ ഭരണകർത്താവ് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എപ്പോഴും നമ്മളെ പരിപാലിക്കുന്ന സകല നന്മകളെയും സൗഭാഗ്യങ്ങളെയും ഉറവിടവുമായ ദൈവമേ എന്ന്. പിന്നെ അപ്പൊ നമുക്ക് എന്തിനാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്, ആകുലപ്പെടുന്നത്? നമ്മുടെ ഈശോ സർവജ്ഞനാണ്, ഭരണകർത്താവ്, ലോകം മുഴുവൻ ഭരിക്കുന്നവനാണ്, നമ്മളെ വിസ്മയനീയമായ രീതിയിൽ പരിപാലിക്കുന്നവരാണ്, സകല നന്മകളെ സൗഭാഗ്യങ്ങളെ ഉറവിടവുമാണ്. അപ്പൊ ആ ഈശോ എന്നിട്ട് തുടർന്ന് പ്രാർത്ഥിക്കുവാണേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അപ്പൊ ഈശോയുടെ സ്വഭാവം എന്താ? നമ്മളെ കടാക്ഷിക്കുക. കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തോടെ നോക്കുക എന്നുള്ളത് തന്നെ, നോക്കുന്നതിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമാണ്. നമ്മളെ സ്നേഹത്തോടെ കരുണയോടെ എപ്പോഴും നോക്കിക്കോ. ഈശോയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല, ഈശോയ്ക്ക് ഒരു പണിയില്ല, എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പണി. അപ്പൊ ഈശോ എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന. അപ്പൊ ഈ കുർബാന പുസ്തകം ഉപയോഗിച്ച് നമ്മൾ ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിതൊക്കെ വളരെ തീവ്രതയിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. അതേപോലെ മക്കളെയും കൊണ്ട് ഇപ്പം മഴയൊക്കെ ആയിട്ട് വണ്ടി എടുത്തു, അല്ലെങ്കിൽ നടക്കാൻ ദൂരമുള്ളൂ, ഒരു 2 മിനിറ്റേ ഉള്ളൂ പള്ളിയിലേക്ക് പോകാൻ. അപ്പൊ എൻ്റെ ഏറ്റവും ഇളയ മോള് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മോളാണ്, 5 വയസ്സുള്ളൂ. അപ്പൊ ഞാൻ അവളുടെ കയ്യെ പിടിച്ച് പോകുമ്പോൾ ഇങ്ങനെ പറയുവേ, മോനെ പള്ളിയിൽ ചെന്നിട്ട് അടങ്ങി നിൽക്കണം കേട്ടോ, അപ്പത്തിൽ ഈശോ ഉണ്ട്, അപ്പത്തിൽ ഈശോ ഉണ്ട്, അപ്പൊ ഈശോ തന്നെയാണ് എന്ന് പറയാം. അപ്പം ഒരിക്കൽ അവൾ എന്നോട് ചോദിക്കും, അച്ചച്ച പറയില്ല അപ്പത്തിൽ ഈശോ ഉണ്ട്, അപ്പം അച്ചച്ചൊക്കെ അപ്പം മേടിച്ച് കഴിക്കുമ്പം ഈശോ ചത്തു പോവല്ലേ എന്ന് അവളിങ്ങനെ. അപ്പൊ ഞാൻ പറയും, ഇല്ല മോനെ, ഈശോയ്ക്ക് ജീവനുണ്ട്, ഈശോയ്ക്ക് എന്ത് സാധിക്കും. ഈശോയെ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈശോ ആ ജീവനോടെ നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഈശോ ആയിട്ട് മാറുക മോനെ. അപ്പൊ അവൾക്കത് ഭയങ്കര സന്തോഷം. അതിനുശേഷം അവള് പള്ളിയിൽ പോകുമ്പോൾ ഈശോയെ കാണിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. കൊച്ചുത്രേസ്യ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോളൂ. കൊച്ചുത്രേസ്യയുടെ മരിയ അവളുടെ ചേച്ചി ചോദിച്ചു ഈ ആദിവാസത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴേ, അല്ല ത്രേസ്യ, അവളെ പരീക്ഷിക്കാൻ ചോദിച്ചു, അല്ല ത്രേസ്യ നീ എന്ത് വിചാരിക്കുന്നത്, ഈ കുഞ്ഞു ഓസ്തിയിൽ ഇരിക്കുവോ, അങ്ങനെ ഈശോയ്ക്ക് പറ്റുമോ? അപ്പൊ കൊച്ചുത്രേസ്യ വളരെ രാഘവത്തോടെ പറയാണ്, പിന്നെ അതിനിപ്പോ എന്താ ഇത്ര അത്ഭുതപ്പെടാതിരിക്കുന്നത്, ദൈവത്തിന്റെ വിശേഷം എന്താ? സർവശക്തൻ. സർവശക്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാം സാധിക്കുന്നത്, തനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്നവൻ. അപ്പൊ അതിനെന്താ ഇത്ര അത്ഭുതം ഇരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞാൻ കൊച്ചുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്കൊക്കെ ഈശോയോട് വലിയൊരു സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതൊക്കെ കാരണമായിട്ടുണ്ട്.
അതേപോലെ ഈ പള്ളിയിൽ പോകുമ്പോൾ ഈ ആൾത്താര ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം എന്താ അറിയാമോ, ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് നമ്മൾ പിടിക്കുമല്ലോ. ഈ കമ്മ്യൂണിയൻ പ്ലേറ്റ് ഞാനാ പിടിക്കുന്നത് എന്നുവേ. എൻ്റെ അമ്മ എന്തൊരു സന്തോഷമാണെന്നറിയാം. കാരണം ഈശോ താഴെ പോകാൻ ഞാൻ പിടിക്കുവാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ വിശ്വസിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ ഒരു ചെറിയ അപ്പത്തിന്റെ തരിയിൽ പോലും ഈശോ പൂർണ്ണമായിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഈശോ താഴെ പോകാതെ അത്രയും നിസ്സാരനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈശോയെ താങ്ങി പിടിക്കുവാണ്. എന്തൊരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ കൊച്ചുപൈസ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഒരുക്കി വെക്കുന്ന സമയത്ത് കാസിലും ബിലാസിലും കൊച്ചുപൈസ ഒരുപാട് സമയം നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് കൊച്ചുപൈസ ഇങ്ങനെ മനസ്സിൽ പറയുവേ, എൻ്റെ ഈശോ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ കാസ ബിലാസ്, അവിടെ ഇതാ എൻ്റെ മുഖം തെളിയുന്നു. അപ്പൊ ചില സമയത്ത് ചില ദിവസങ്ങളിൽ കപ്പ്യാര് അസുഖമൊക്കെ ലീവ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് എന്നോട് പറയുവേ, ഇന്ന് സാർ നേരത്തെ വന്നിട്ട് ഒരുക്കി വെക്കണം. അപ്പൊ ഞാൻ ഒരുക്കി വെക്കുക ഈ കാസയിലും ബിലാസിലും നോക്കി നിൽക്കും. എന്നിട്ട് കൊച്ചുപൈസ ഞാനും പറയും, ഈശോയെ അങ്ങ് വന്നിരിക്കുന്ന ഈ ഇത്രയും ബലഹീനായി എൻ്റെ മുഖം ഇതാ ഇവിടെ തെളിയുന്നു. എന്തൊരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്നറിയോ. നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ്, ഈശോ ആയിട്ട് മാറുകയാണ്. ഒരിക്കൽ ഡാനിയലിസം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഈശോയെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഈശോ ആയിട്ട് മാറുകയാണ്. കാരണം ചെറിയ ജീവൻ വലിയ ജീവനിലേക്ക് പോകണം, നമ്മളെക്കാൾ എത്രയോ വലിയ ജീവനാണ് ഈശോയുടെ. അപ്പൊ നമ്മൾ ഈശോ തന്നെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിചാരിക്കുവേ, പിന്നെ ഈ കൊച്ചുപൈസയുടെ ആത്മകഥ വായിക്കുമ്പോഴും അതുപോലെ നമ്മുടെ അൽഫോൻസാമ്മയുടെ ഒക്കെ കാര്യം ചിന്തിക്കുമ്പോഴും അവരൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ അതിനേക്കാൾ പ്രായം കുറവുള്ളവരായിരിക്കും. എന്നാൽ പോലും ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് 41 വയസ്സായി. അപ്പം കൊച്ചുപൈസ 24ാമത്തെ വയസ്സിൽ മരിച്ചു, അൽഫോൻസാമ്മ 36ാമത്തെ വയസ്സിൽ മരിച്ചു, ഫ്രാൻസിസ് സീസി 40 ചില്ലറ വയസ്സിൽ മരിച്ചു, അന്തോനീസ് മരിച്ചു, ഡൊമിനിക് സാവിയോ ചെറിയ പ്രായത്തിൽ മരിച്ചു. അപ്പൊ ഇവരൊക്കെ മരിച്ച വിഷയത്തിൽ അപ്പൊ ഞാൻ വിചാരിക്കുവാണേ ഇവരുടെയൊക്കെ പ്രായം കഴിഞ്ഞു പോയി എനിക്ക്. അപ്പൊ എന്നിട്ട് ഇപ്പം മരിക്കുവാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ വിചാരിക്കുവേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ഈശോയ്ക്ക് നമ്മളെ പറ്റിയൊക്കെ പ്ലാനും പദ്ധതിയുണ്ട്. നമ്മളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ജീവിക്കുമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോയോട് ചേർന്ന് വിശുദ്ധമായിട്ട് ജീവിച്ച് ഈ ഈശോ പറയുന്ന പോലെ ഈ വിദേശവാസം കഴിഞ്ഞ് എപ്പോഴും അവിടുത്തോട് കൂടെ ആയിരിക്കാനാണ്. അപ്പൊ അതിനുള്ള യോഗ്യത നമുക്ക് കൊണ്ടുവന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കണേ. ഇപ്പൊ ഈ നിമിഷം മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, വിശുദ്ധന്മാരെ പറയുന്ന ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ കുറച്ചും കൂടെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഒന്ന് രണ്ട് കുടുംബജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാവേ. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ വൈഫ് ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ചിലപ്പം പരസ്പര വിരുദ്ധ സ്വഭാവങ്ങളാണ് ഞങ്ങളുടെ. എനിക്കും നന്മയുണ്ട്, അവൾക്കും നന്മയുണ്ട്, എനിക്കും ദേഷ്യം വരും, അവൾക്കും ദേഷ്യം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുവേ, ഈശോയെ അങ്ങ് എനിക്ക് ഏറ്റവും ചേർന്ന ഉൽപ്പത്തി പുസ്തകം 2ാം നമ്മൾ വായിക്കുമല്ലോ, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് ചേർന്ന ഇണയാണ് എൻ്റെ ഈശോ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ അവളെ പരിപാലിക്കാനാണ് അവളെ എന്നെ ഏൽപ്പിച്ച് ഞാൻ വിചാരിക്കുവേ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കും 4ാം അധ്യായം 5ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുവേ, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അപ്പൊ ഒരു ആത്മാവിനെ ഈ അസൂയ എന്നുള്ള ഒരു ദുർഗുണം നമുക്കറിയാം. അപ്പൊ ഈശോയോട് ചേർത്ത് ഈ അസൂയ അപ്പൊ അത്രയും വലിയ തീവ്രത കാണാൻ വേണ്ടിയിട്ടാണ്. മലയാളം ട്രാൻസ്ലേഷൻ പ്രശ്നമായിരിക്കും. അത്രയും ഈശോ നമ്മളെ ഒരു ആത്മാവിന് വില കൊടുക്കുന്നു എന്നുള്ളതാണ് ഈശോ അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഒരു ആത്മാവിന്, അപ്പൊ എന്നെ ഏൽപ്പിച്ച എൻ്റെ വൈഫ് എൻ്റെ ഈശോയെ അത്രയും വില കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വില നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, അതായത് ഇപ്പൊ എനിക്ക് 4 പെൺകുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇടയ്ക്ക് ഞാൻ ആലോചിക്കും ഇവളുമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ഈശോയെ നല്ല നല്ല ഒരു അന്തസ്സിലേക്ക് അവരെ പ്രവേശിപ്പിക്കണം എന്നൊക്കെ നോക്കുമ്പോൾ, അപ്പൊ നമ്മൾ അപ്പനും അമ്മ എന്ന നിലയിലുണ്ടല്ലോ, നമ്മൾ ആൺമക്കളെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിലും പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു വിടുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും മേത്തരം കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഈശോ ഒരപ്പൻ എന്ന നിലയിൽ ഈശോ ദൈവമാണ്, നമ്മുടെ ഒക്കെ അപ്പനാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി ഈശോയുടെ മകളെ എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈശോ കാണുന്നത് പോലെ അവളെ കാണാനും അവളുടെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഈശോയുടെ മുന്നിൽ ഞാൻ കണക്ക് കൊടുക്കണം. എൻ്റെ വൈഫിനെ, എൻ്റെ മക്കളെ നീ എങ്ങനെ നോക്കി, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ആത്മാവിനെയും കൂടെ നോക്കാൻ സാധിച്ചെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുവേ കുടുംബ ജീവിതത്തിൽ. അന്നേരം ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. നമ്മളും വിട്ടുവീഴ്ച ചെയ്യണം, വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. ഒരാൾക്ക് വിട്ടുവീഴ്ച കുറവാണോ മറ്റേ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യണം, മറ്റേ കൂടുതൽ ക്ഷമിക്കണം. അതാണ് ഇപ്പം ഞങ്ങൾ പിണങ്ങിയിരുന്നുണ്ടല്ലോ, ഈശോ എപ്പോഴും എല്ലാ സമയത്തും ഞാൻ ചെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറയും പോട്ടെ
പോട്ടെ മോനെ കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ അങ്ങനെ അത് ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ഈശോയുടെ ആ ക്ഷമിക്കുന്ന സ്നേഹം കുടുംബജീവിതത്തിലും പകർത്താൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ. അതുപോലെ അമ്മയോട് പ്രത്യേകം ഞാൻ എല്ലാ ദിവസവും പേഴ്സണലായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പൊ അമ്മയുടെ ഒരു സംരക്ഷണം വലിയ സംരക്ഷണമാണ്. അതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10 മണി കൊന്ത ഇട്ടിട്ടുണ്ടേ. അപ്പം മറ്റുള്ളവർക്ക് ഒരു സാക്ഷിയാവട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ കോളേജിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ആദ്യമൊക്കെ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ ചോദിക്കാൻ എന്തിനാ ഈ കൊന്ത കയ്യിലിടുന്നത്, അത് ഉള്ളിൽ വെച്ചാൽ പോലെ. അപ്പൊ ഞാൻ ഓക്കെ, എന്നാൽ അത് ചോദിക്കുമ്പോഴല്ലേ നമുക്ക് ഈ അമ്മയെ പറ്റിയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈയിടെ ഞാനൊരു പിന്നെ ജോർജ് ജോസ് എന്ന് പറഞ്ഞ ബ്രദറിന്റെ ടോക്ക് കേൾക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ വെള്ളം കുടിച്ച് കിടന്ന് എഴുന്നേറ്റ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കൊന്ത കുറേ ചൊല്ലുമായിരുന്നേ. അപ്പൊ എൻ്റെ ഒരു ഇതെന്താ അറിയാമോ, പിന്നെ ഞാൻ എല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്ന ഒരു ടൈപ്പാണ്. ഞാൻ PhD ചെയ്യുന്ന സമയത്താണെങ്കിലും അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും പിന്നെ ജിൻസാറിനെ നോക്കണ്ട, ആ പുള്ളി ആദ്യം ചെയ്യില്ല, പക്ഷെ അവസാനം പെട്ടെന്ന് പുള്ളി സബ്മിറ്റ് ചെയ്യും. അപ്പൊ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യമൊക്കെ എനിക്ക് കുറെ ലേറ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാനൊക്കെ സാധിച്ചേ. അപ്പൊ ഞാൻ ആ സമയത്താണ് ഈ ജോർജ് ജോസഫ് ബ്രദറിന്റെ ഒരു ടോക്ക് കേട്ടത്. അപ്പൊ അമ്മയെപ്പറ്റി ബ്രദർ പറയായിരുന്നേ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കും. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അപ്പൊ അമ്മയെപ്പറ്റി പറയുവാണ്. സൂര്യനെ ഉടയാടയാക്കി, പ്രകൃതി ശക്തികളെ ഉടയാടയാക്കി, പാദങ്ങൾക്കടിയിൽ ചന്ദ്രനെ വെച്ച് ശിരസിൽ നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി ധരിച്ചിരിക്കുന്ന നമ്മുടെ അമ്മ. ഇപ്പൊ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 നമ്മൾ വായിക്കുവേ. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുവാൻ ഇതിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, ഒന്നും കാണാതിരിക്കുകയില്ല. കർത്താവിന്റെ ആ അധരം അത് കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഉണ്ടല്ലോ, എല്ലാ ദൈവവചനത്തിനും ഇണവചനം ഉണ്ടെന്ന് ആ ബ്രദർ പറയായിരുന്നു. എന്നിട്ട് പറയാണ്, ഈ വെളിപാട് 12:1 ഇണവചനം ഉൽപ്പത്തി 1:14 ദൈവം വലിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് പകല് വെളിച്ചം നൽകാൻ വലിയ മഹാദീപത്തെ സൃഷ്ടിച്ചു, രാത്രിയിൽ ചെറുതും. അവ ഋതുക്കളും വർഷങ്ങളും മാസങ്ങളും ഒക്കെ മാറുന്ന കാലഘട്ടത്തെ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന അടയാളങ്ങളായി നിലകൊണ്ടു. നമുക്കറിയാം, സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ചന്ദ്രനും സൂര്യന്റെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണല്ലേ കാലം ദിവസം ഒക്കെ മാറുന്നത്. അപ്പൊ നോക്കി, വെളിപാടിലേക്ക് തിരിച്ചു വന്ന അമ്മ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ കാൽക്കീഴിലാക്കിയിരിക്കുന്ന അമ്മയ്ക്ക് കാലഘട്ടത്തെ മാറ്റാൻ കഴിവുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടങ്ങളെ നേരത്തെയാക്കാൻ, നമ്മുടെ അനുഗ്രഹങ്ങൾ, ഈശോ തരാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങളെ പോലും നേരത്തെയാക്കാൻ പറ്റും. കാരണം കല്യാണമില്ല, അങ്ങനെയല്ലേ സംഭവിച്ചു. ഈശോ പറഞ്ഞു എൻ്റെ സമയം ഇനി ആയിട്ടില്ല. പക്ഷെ മാതാവ് അവരോട് പറയുന്ന, ഈശോ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കും ഈശോയ്ക്ക് വരെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈശോ അത് പ്രവർത്തിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നമ്മുടെ ലേറ്റായി പോകുന്ന കാര്യങ്ങൾ പോലും അങ്ങ് അടുപ്പിച്ചു കൊണ്ടുവരാൻ നമ്മുടെ അമ്മയ്ക്ക് സാധിക്കുന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ്, ലേറ്റായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ വളരെ വെടിപ്പായിട്ട് ചെയ്യാൻ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരുങ്ങാനും ഒക്കെ അമ്മയുടെ സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനോട് പ്രത്യുത്തരിക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകുന്നുള്ളതാണ്. അപ്പൊ ഈശോയെ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ. നമ്മൾ 6-ാം സ്ഥലത്ത് കുരിശിന്റെ വഴി ചൊല്ലുമ്പോൾ പറയാനേ, വേറോനിക്ക ഈശോയുടെ മുഖം തുടച്ചപ്പോൾ ഈശോയ്ക്ക് എന്തൊരു ആശ്വാസം കിട്ടി. അപ്പൊ നമുക്ക് ഈശോയുടെ മുഖം തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഈശോ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊന്ന് നോക്കണ്ടേ, ഈശോയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉണ്ടെന്ന് ഈശോയോട് പറയണ്ടേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥ, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അന്തസ്സിനൊത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കൊച്ചുലേസ ചെയ്തതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഒരു വേദന ഉള്ളിൽ വരാൻ നമുക്ക് സാധിക്കുമല്ലോ. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഈശോ എന്ത് വലിയ അനുഗ്രഹം നമുക്ക് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ അതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് തരാനുണ്ടോ? അപ്പൊ ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോ നമ്മുടെ ഉള്ളിൽ വന്നുള്ള ബോധ്യത്തോടെ ഈശോ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.